ജന്തൻ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത കേസിൽ സംഘപരിവാർ നേതാവ് ടി മോഹൻദാസ് പോലീസ് കസ്റ്റഡിയിൽ. കുറ്റകൃത്യം ചെയ്തതിന്റെ 11ാം ദിവസമാണ് പോലീസിന്റെ മുഖംരക്ഷിക്കൽ നടപടി. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ടി മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഇതാ ഒടുവിൽ ടി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് അവർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴേക്കാണ് തിരുവനന്തപുരത്ത് എത്തുക? ഇനി തുടർ നടപടികൾ എന്തെല്ലാമാണ്? സിന്ധൂരി, ടി മോഹൻദാസിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി 8:15 കൂടിയാണ് പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് പോയത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസിന്റെ ടീം ടി മോഹൻദാസിന്റെ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തിയത്. ഇവിടെ നിന്ന് 2.5 മണിക്കൂറോളം ടി മോഹൻദാസിനെ ചോദ്യം ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈബർ പോലീസ് സംഘം ഇയാൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും വീഡിയോ ചിത്രീകരിക്കുന്നതിനൊക്കെ ഉപയോഗിച്ച ഗാഡ്ജറ്റുകൾ ഉൾപ്പെടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവയും പരിശോധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയാണ്, അതായത് ഈ ടി മോഹൻദാസിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇയാൾ ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചത്. 2 തരത്തിലുള്ള അധിക്ഷേപമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ഒന്ന്, സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും അതോടൊപ്പം തന്നെ സമരം ചെയ്ത പെൺകുട്ടികളെ വളരെ മോശമായ രീതിയിൽ, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. ബലാത്സംഗം ചെയ്യണമെന്ന് വരെ അയാളുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോയിലൂടെ ഇയാൾ പരാമർശം നടത്തിയിരുന്നു. അതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. ഇത്തരത്തിലൊരു പരാമർശം വന്ന വലിയ പ്രതിഷേധം ഉയർന്നിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. നിരവധി പരാതികൾ വന്നു. അതിലാണ് ഒരു പരാതിയിൽ അവസാനം കേസെടുത്തത്. ഇക്കഴിഞ്ഞ 29-ാം തീയതിയാണ് കേസെടുത്തത്. ഇന്നിപ്പോൾ 11 ദിവസം കഴിയുന്നു. ഇപ്പോഴാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായത്. ചോദ്യം ചെയ്ത വൈകിട്ടെത്തി വീട്ടിലെത്തി ചോദ്യം ചെയ്ത പോലീസ് സംഘം മട്ടാഞ്ചേരി പോലീസ് ഒപ്പം ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്ത ശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇത് തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, അതായത് ടി മോഹൻദാസിന്റെ വിവാദ വീഡിയോകൾ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയതോടുകൂടി ടി മോഹൻദാസിനെ സംഘപരിവാർ തള്ളിപ്പറഞ്ഞിരുന്നു. RSSും BJPയും ഒക്കെ ഇയാൾ തങ്ങളുടെ ഭാഗമല്ല, ഔദ്യോഗികമായി യാതൊരു സ്ഥാനങ്ങളും നയിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ പ്രാദേശിക RSS പ്രവർത്തകരും ചില നേതാക്കളും വനിതകൾ ഉൾപ്പെടെയുള്ള RSS പ്രവർത്തകർ എത്തി ടി മോഹൻദാസിന് അനുകൂലമായി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് മുദ്രാവാക്യം മുഴക്കി എന്നുള്ളത് കൂടി ഒരു വിരോധാഭാസമാണ്. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കസ്റ്റഡിയിലായ ടി മോഹൻദാസിന് സംഘപരിവാർ അനുകൂലികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തി എന്നുള്ളത് കൂടി ഒരു വിരോധാഭാസമായി നമ്മളിവിടെ കാണേണ്ടി വരും. എന്തായാലും കേരള പോലീസ് നിലവിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ടി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയത്. ചുറ്റും കൂടി അഭിവാദ്യം അർപ്പിക്കാൻ ഈ സംഘപരിവാർ അനുകൂലികൾ എത്തിയെന്നത് കൂടി വിരോധാഭാസമായി കാണേണ്ടതുണ്ട്. കലാപാഹ്വാനത്തിനും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിനും ഉൾപ്പെടെയാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. അതിൽ 4 വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, BNS പ്രകാരമുള്ള ഭാരതീയ ന്യായ സംഹിത 192, 353 1B. 192-ൽ കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി. 353 1B-യിൽ പ്രകാരം വ്യാജ പ്രചാരണത്തിലൂടെ പൊതുസമാധാനം തകർക്കുന്നതിനോ പൊതുജനങ്ങളിൽ ഭയവും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടാക്കുന്ന വിധവുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് അല്ലെങ്കിൽ പ്രചാരണം നടത്തിയതിനാണ് അത് ചുമത്തിയിട്ടുള്ളത്. പിന്നെ IT ആക്ട് 66 സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതിനെതിരെയുള്ള കുറ്റമാണ്, അതും ചുമത്തിയിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് 120(O)യും പൊതുശല്യവും ക്രമസമാധാനം തകർക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇത് പ്രകാരം ഇക്കഴിഞ്ഞ 29-ാം തീയതി FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസം ഇയാളെ ചോദ്യം ചെയ്യാനോ ഇയാൾ അപകീർത്തികരമായ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ ആ വീഡിയോകൾ പൂർണ്ണമായി പരിശോധിക്കുക, അത് നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകാനോ പോലീസ് തയ്യാറായിരുന്നില്ല. പ്രതിഷേധം വല്ലാതെ ശക്തമായതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ സൈബർ പോലീസ് സംഘം എത്തി ഇയാളെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ആഭ്യന്തരമന്ത്രിയെ മാധ്യമപ്രവർത്തകർ കണ്ട് ചോദിച്ചപ്പോൾ കേസെടുത്തിട്ടുണ്ട്, ടി മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ, അറസ്റ്റ് ചെയ്യുന്ന കാര്യം എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന പോലീസാണ്, അത് ആഭ്യന്തരമന്ത്രിയല്ല എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഒഴിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പോലീസിന് ഇനി നടപടിയെടുക്കാതെ നിർവാഹമില്ല എന്ന നിലയിലേക്ക് പോയത്. വലിയ പ്രതിഷേധങ്ങൾ ഇതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഉയരുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇന്ന് വൈകുന്നേരം സൈബർ പോലീസ് സംഘം തിരുവനന്തപുരത്ത് നിന്ന് എത്തി മട്ടാഞ്ചേരി പോലീസിന്റെ കൂടെ സഹായത്തോടു കൂടി വീട്ടിലെത്തി പരിശോധന നടത്തുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും നടത്തി. അങ്ങനെ 5 മണി മുതൽ 7:30 മണി വരെ ചോദ്യം ചെയ്ത് 7:30 മണിയോടുകൂടി ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. തുടർന്ന് 8:15 സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്തു.